നമ്മുടെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൽ ഈ വരുന്നത് ഡ്രോണാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഫുള്ള് ഡ്രോൺ കൊണ്ടുള്ള പരിപാടിയായിരുന്നു. 250ഓളം ഡ്രോണുകളെ കൊണ്ട് ആകാശ കാഴ്ചയായിട്ട് ഒരുക്കിയത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നയന മനോഹരങ്ങളെ പുളകം കൊള്ളിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. വാട്ടർ ഫെസ്റ്റിന്റെ 3-ാം ദിവസമായിട്ട് രാത്രി ഒരു 8 മണി 8:30 ടൈമിലാണ് കേട്ടോ ഇത് ഡ്രോണിന്റെ പ്രദർശനം നടന്നത്. ഇന്നും ഉണ്ടാവും കേട്ടോ. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. എന്തായാലും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ഇത് കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ സംഘടിപ്പിക്കാൻ ബേപ്പൂരിന് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലാകെ ഇത് നമുക്ക് പടർത്താനാകും. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 2021 ഡിസംബറിൽ ആരംഭിച്ചപ്പോൾ ഇത് ഇനി ഉണ്ടാകുമോ എന്ന സംശയം ചിലർക്കുണ്ടായി. 2022 ഡിസംബറിലും സീസൺ 2 സംഘടിപ്പിക്കപ്പെട്ടു. 2023 ഡിസംബറിൽ സീസൺ 3 സംഘടിപ്പിക്കുന്നു. 2024ലും സീസൺ 4 സംഘടിപ്പിക്കപ്പെടും. മനുഷ്യ നന്മ ആഗ്രഹിക്കുന്ന, കൂട്ടായ്മ ആഗ്രഹിക്കുന്ന, ഈ നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സുമനസ്സുകളും ഈ വാട്ടർ ഫെസ്റ്റിനോടൊപ്പം നിലകൊണ്ടു. അവരെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഈ വേള ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബേപ്പൂർ ഫെസ്റ്റിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇന്ത്യൻ നേവിയുടെയും അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ ഇവിടെ സ്റ്റോളുകളുണ്ട്. അതിൽ അവരുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഇതൊക്കെ ഇവരൊക്കെ പ്രവർത്തനങ്ങളും ഇവർ പറഞ്ഞു. ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമല്ല, ഇത് ഫിൻലൻഡിൽ നിന്ന് വരുന്നതാണ്. 5 ബുള്ളറ്റ്സ് ആണ് നമുക്ക് നിറക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് നമ്മൾ ബോംബുകൾ ഫയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെപ്പണാണ്. ഇതിൽ 3 ടൈപ്പ് ബോംബ് നമുക്ക് ഫയർ ചെയ്യാം. അത് ഹൈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബോംബ്. നല്ല വെയിറ്റ് ഉണ്ട്. രാത്രി സമയങ്ങളിൽ പോകാൻ സമയത്ത് നമുക്ക് വഴി കാണുന്നില്ല. അപ്പോൾ ഇത് വെച്ച് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നല്ല ലൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ അവരുടെ ജാക്കറ്റ്സും തൊപ്പിയും വെപ്പണൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ അതാ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഉണ്ട്. നേരെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിലൊക്കെ ഒന്ന് കയറി നോക്കാം. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഉള്ളിൽ വെപ്പൺസും കാര്യങ്ങളും ഇവരെ എല്ലാ എക്യുപ്മെൻറ്റൊക്കെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നേരെ നേവിയുടെ ഷിപ്പ് ഇതിൻ്റെ അടുത്തുണ്ട്. നേവിയിലേക്ക് പോകണ ഒരുപാട് വെപ്പൺസ് അതിൽ കാണാം നമുക്ക്. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രദർശനം. HMC ഇട്ടോ നമ്മളെ KGF-ലൊക്കെ കണ്ടില്ല. അതിനൊക്കെ അതിൻ്റെ ഒക്കെ ഒരു വലിയൊരു സാധനം കേട്ടോ സംഭവം. ഇപ്പോൾ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായി ബേപ്പൂരിലും ചാലിയത്തും നല്ലൂരിൽ നടന്ന പരിപാടികൾ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ. ഇല്ലെങ്കിൽ 2024 വരെ വീണ്ടും കാത്തിരിക്കേണ്ടി വരും കേട്ടോ. ഇതിനോടനുബന്ധിച്ച് സ്റ്റേജിലൊക്കെ വിവിധതരം കലാപരിപാടികളൊക്കെ അരങ്ങേറുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇന്ത്യൻ നേവിയുടെ മിലിറ്ററിയുടെ ഒക്കെ ഒരു പരിപാടികളാണ്. ഇങ്ങനെ ഇപ്പം അറ്റാക്ക് ചെയ്യണം, നമ്മുടെ എനിമി വന്നാൽ, ശത്രുക്കൾ വന്നാൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള കുറച്ച് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ അവർക്ക് അതിഗംഭീരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്.